ഗായ്സ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനായിട്ട് സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചിക്കനിലെ മസാല എല്ലാം പുരട്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് രണ്ടും കൂടെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയിലിട്ടൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൽ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചിട്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് തട്ടി നന്നായിട്ടൊന്ന് ഇളക്കി അത് വറ്റുന്ന പരുവത്തിൽ ആക്കി കൊടുക്കുക. എനിക്ക് ചെറിയ കുക്കർ ആയതുകൊണ്ട് എനിക്ക് കുക്കറിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുക്കറിൽ വെക്കണമെന്നാണ് വിചാരിച്ചത്, നടന്നില്ല. അപ്പോൾ നമ്മുടെ വറ്റി വന്നിട്ടുള്ള ചിക്കനോട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് പതുക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടതാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.